അല്ല ഇതിന്റെ പരിപാടി എങ്ങനെ? ഓ ട്രേഡ് സീക്രട്ട്. അയൽക്കൂട്ടം 3 മണിക്കാണേ ചേച്ചി. ആ ബീന പറഞ്ഞായിരുന്നടി. ഒരു വനിതയുടെ സൗണ്ടല്ലേ കേട്ടത്? എന്താടി എന്താ പറ്റി? പെണ്ണുങ്ങളെ കയറി പിടിക്കുന്നു. ഞാൻ എന്ത് ചെയ്തിട്ട്? പാമ്പ് പാമ്പ് അവിടെ. അത്യാവശ്യം വലുതാണല്ലോടി. എന്നാ എന്നെയും കൂടെ തള്ളിക്കിണറ്റിലിട്. എന്ത് വലിയ പാമ്പാ. പണ്ടായിരുന്ന ഞാൻ പിടിച്ചേനെ. നമ്മുടെ പൈരിച്ചേട്ടന്റെ കണ്ടി പാമ്പ് വീണു. പാപ്പച്ചൻ പിടിക്കാൻ നിക്കുക. അത് രാജവമ്പാല, പെണ്ണ് രാജവമ്പാല. അതിന്റെ പാമ്പ് ചുരിദാറിട്ടാണോ കിടക്കുന്നത്? എന്താണാവോ പാപ്പച്ചൻ പറഞ്ഞതാ. സംഭവം ഹെവി ആണല്ലോ. വലുത് തന്നെ. വെമ്പാലെ രാജവെമ്പാല. ഇത് രാജവമ്പാല തന്നെയാന്ന് ഉറപ്പാണോ? എടാ കണ്ടറിയില്ലേ? ഞാൻ കൊച്ചിലോട്ട് എത്ര എണ്ണത്തിനെ പിടിച്ചിട്ടുള്ളതാ. പുള്ളി കണ്ടിട്ടില്ല. കണ്ടില്ലേ അവന്റെ കണ്ണിലെ തീക്ഷ്ണത? അല്ല അവനാണെന്ന് എങ്ങനെ മനസ്സിലായി? എടാ അവന്റെ പത്തിയിൽ ഇറ് കണ്ടില്ലേ? നോക്ക്. അല്ല ഈ പുറകിൽ ഉറുള്ളത് ഈ മൂർക്കമ്മാമിനല്ലേ? എടാ ഇവരൊക്കെ ഒരു ഫാമിലി അല്ലേ? ലോഗോയിൽ ചില വ്യത്യാസമൊക്കെ വരും. സച്ചിനും മെസ്സിയും 10 പക്ഷെ കളിക്കുന്ന 2 കളിയല്ലേ? അങ്ങനെ ആ നാട്ടുകാരെ പേടിയുള്ളവർ കുറച്ച് മാറി നിന്നോളൂ, പ്രത്യേകിച്ച് ഗർഭിണികൾ. അല്ലല്ല അത്രയൊന്നും പോട്ടാ, ഞാനല്ലേ ഇവിടെ. അല്ല ഇതൊക്കെ എവിടെ നിന്ന് ഒപ്പിച്ചു? കഴിഞ്ഞ പ്രളയത്തിന് ഫയർഫോഴ്സ് ഇട്ടിട്ട് അല്ല എനിക്ക് തന്നിട്ട് പോയതാ. ഇതിട്ടാ നീന്താൻ പറ്റുമോ? പാമ്പിന് അത്രയൊന്നും നീന്താൻ പറ്റില്ല. പക്ഷെ നാട്ടുകാരെ രക്ഷയ്ക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. മൂടുകളാനായിട്ട് ഇല്ലല്ല എന്നെ കണ്ട് പകച്ചിരിക്കുക. അപ്പൊ പാപ്പച്ചൻ പാമ്പിനെ പിടിക്കാൻ റെഡിയായി. എല്ലാരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. കയറ് പിടിച്ചിട്ട് തങ്കച്ച മാത്രം കൈയടിക്കില്ല. പാപ്പച്ച നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നീ കുടുക്കിട്ട് പിടിച്ച് ലോക്കായാലേ ആ സെക്കൻഡിൽ തന്നെ ഞാൻ കയറി വലിച്ചോളാം. എടാ എനിക്ക് എന്നാ പേടി? ഞാൻ കൊടുക്കട്ടെ, ഉടനെ ഒരു സിഗ്നൽ തരാം. അപ്പൊ പാമ്പ് കുടുക്കിനകത്ത് കയറിയില്ലെങ്കിൽ എങ്ങനെ സിഗ്നൽ തരും? അത് പാമ്പ് വരും. പാപ്പച്ച കടികൊള്ളാൻ നോക്കണേ. നീ അവസരത്തിൽ ചുമ്മാ ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കരുത് കേട്ടോ. പേടിയാർക്കാം പാപ്പച്ചനോ? അങ്ങനെ ആട് പാപ്പച്ച. ചാടിക്കോ പാപ്പച്ച, ഞാൻ പിടിച്ചിട്ടുണ്ട്. മാത്തച്ഛൻ ചേട്ടൻ ചാടല്ലേ? പുല്ലാനിയാ. അല്ല പാപ്പച്ചൻ പറഞ്ഞു രാജവമ്പാലയാണെന്ന്. ഇവനോ? ഇല്ല ഞാനപ്പോ പറഞ്ഞു. പറഞ്ഞില്ലേ? പറഞ്ഞ പോന്നു. കഷ്ടം. ഒരേ ചോര പൈലിയുടെ കിണറും പാവം പാമ്പും പാപ്പച്ചന്റെ കയറും. ഡേറ്റാ ക്ഷാമം കാരണം എന്റെ ലൈവ് ഈ മാസത്തേക്കുള്ളതാ. ഫോണിൽ സ്റ്റോറേജ് ഇല്ല. ബ്രിട്ടോ നാളെ ഫ്രീ ആണോ? നാളെ ഫ്രീയാ, പക്ഷെ വരികയില്ല.
നമ്മുടെ പൈലച്ചേട്ടന്റെ കിണറ്റിൽ പാമ്പ് വീണല്ലോ. അപ്പൊ നാട്ടുകാരെല്ലാരും കൂടെ ഫയർഫോഴ്സിനെ വിളിക്കാൻ പോകുന്നു. ഈ പാപ്പച്ചനുള്ളപ്പോഴാണോ ഫയർഫോഴ്സ്? നിന്റെ വായനെന്താ പഴോ? എന്തെങ്കിലും ഒന്ന് മിണ്ടിക്കൂടെ? ഞാൻ എല്ലാം അറിഞ്ഞു. എന്റെ പാപ്പച്ചൻ ചേട്ടാ, നിങ്ങക്ക് നാണാവില്ലേ? ഓ, എന്റെ തൊലി ഉരിഞ്ഞു. പൈലിച്ചേട്ടന്റെ കിണറും പാപ്പച്ചന്റെ കയറും. ദേ വാട്സപ്പിൽ ട്രോൾ ഇറങ്ങിയിട്ടുണ്ട്. ട്രോളോ? ആ കാണിച്ചു. ദേ നോക്ക്. മാറി ചോക്കുട്ടെ. ഞാനും ആ പാമ്പും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിൽക്കുമായിരുന്നു. അപ്പം ചോദിച്ചാടാ, ഇനി നീ ഇതാരോടും പറയാൻ നിൽക്കണ്ട. അല്ലേലും ആരും അറിഞ്ഞിട്ടുമില്ലല്ലോ. സത്യത്തിൽ അപ്പം വന്നില്ലായിരുന്നെങ്കിൽ ആശാൻ പ്ലിങ് അടിച്ച് നേന്ത്രക്കൊലയായനെ. മൂർഖനോടാ കയറേ കെട്ടിക്കളി. അഹങ്കാരി, നീ ആ ജീവനാഥ കാലം കളിയായിരിക്കണം. ഒരിക്കലും പറക്കാത്ത കളി. ബിജു, ആ രണ്ടടിപ്പട്ടി ഇങ്ങോട്ട് വെട്ടിയിട്ട് ഒരു ചൂടിനുള്ളത്. രാജവെമ്പാല വരുന്നുണ്ട്. ഇനിയിപ്പോ നിങ്ങളായിട്ടൊന്നും പറയാൻ നിൽക്കണ്ട. ഞാനായിട്ട് എന്ത് പറയാൻ, നാട്ടുകാർ പറയുന്നുണ്ടല്ലോ. ദേടി പാപ്പിയങ്കള്. ആ, നീ പോന്നു. കുറച്ചു നേരമായി. ആ ബിജുനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അത് അരയ്ക്കാൻ തേങ്ങയില്ലാന്ന് പറഞ്ഞിട്ട് ബിജുനെ കൂട്ടിയിട്ട് വന്നതാ. അല്ലാതെ ഇത് മൊത്തം വെട്ടി കൂട്ടിയിട്ട് ഞാൻ എന്റെ വീട്ടിലോട്ട് എന്റെ കൊണ്ടുപോകും. പൊന്നോ, ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ. നീ എന്ത് വേണേ കിച്ചിക്ക്. ഇവിടെ 5-6 തെങ്ങുള്ള കാരണം എന്നെ ഇടയ്ക്കൊക്കെ കാണാൻ കിട്ടുന്നുണ്ട്. ആക്രികളെ വന്നില്ലേ? ഇല്ല. നന്നായി, അല്ലെങ്കിൽ തെങ്ങോട്ട് വെട്ടിക്കൊണ്ട് പോയനെ. ഡാ, ഇതിൽ നിന്ന് 3 മൂത്ത് നോക്കിയിട്ടേ വണ്ടി കയറ്റിക്കോ. എടാ കരിക്കെടുക്കല്ലേ. യെസ് മാഡം. ഇനിയിപ്പോ കുടിവെള്ളത്തിനെ പള്ളി കിണർ തന്നെ രക്ഷ. നമ്മുടെ പൈലിച്ചേണ്ട കിണറേ പറ്റി. എടാ കായത്തോരനുണ്ട്, കഞ്ഞി കുടിച്ചു പോടാ. അയ്യോ വേണ്ട വേണ്ട, അവിടെ വീട്ടിലെ ഇന്നലെ വെച്ച കോഴി ഇരിപ്പുണ്ട്. അപ്പൊ അവിടെ ചൂടാക്കി വെച്ച് കാണാം. എടാ ബിജു, അപ്പനെങ്ങനെയുണ്ട്? ഓ, അങ്ങനെ കിടക്കണ പാപ്പച്ച. ആ, അത് പറഞ്ഞപ്പോഴാ അമ്മച്ചി ഇടയ്ക്ക് വന്ന് അനക്കി നോക്ക്, മൂപ്പര് ശ്വാസം ഉണ്ടോ. അതെ, അപ്പച്ചൻ പാമ്പിന്റെ കേസ് വല്ലതും പറഞ്ഞായിരുന്നു. എന്നാ ഓക്കെ. വെള്ളം ഒരു കൈ ഒടുങ്ങി. എടാ 70 വയസ്സായ നിന്റെ അപ്പനെ 3 കെട്ട് വിറക് കയറിയിട്ടായിരിക്കുന്നേ. പിന്നില്ലടാ, അവരാ തോക്ക് കൊടുക്കുന്ന ലക്ഷണമില്ല. ഇന്നലെ വന്നപ്പോ മുതല് ഒരക്ഷരം വേണ്ടിയിട്ടില്ല. അല്ലേലും എന്നെ കോപ്പിന് അപ്പച്ചനത്. എന്നേടല് മാത്രല്ലേ ഉള്ളൂ, അത് അവിടെ തന്നെ ഇരിക്കുന്നത് നല്ലത്. അയ്യടാ, നിനക്കത് പറയാ. അങ്ങേരെ എന്റെ മുഖത്ത് നോക്കിയേക്കാൾ കൂടുതൽ അതിലേക്കാ നോക്കിയിട്ടുള്ളത്. ദണ്ണം കാണും. ഞാൻ പോണു. പാമ്പിന്റെ കേസ് അമ്മച്ചിടൊക്കെ പറയാതിരിക്കാൻ വഴിയില്ലല്ലോ. അമ്മച്ചി കേട്ടില്ലേ, ചിക്കൻ കറി ആയിരുന്നെന്ന്. ചേമ്പരിഞ്ഞിട്ട് കൈ ചൊറിച്ചില്ലാന്ന് കുറച്ചു നേരത്തെ റീന എന്നെ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞതേ ഉള്ളൂ. നിന്റെ അല്ല ആങ്ങളാ. ആ തുറക്കം അങ്ങോട്ട്. എടാ അച്ചു പോലെ, ഇതിപ്പോ എത്ര ഉണ്ട്? 1 കിലോ ആണ്. ആ 1 കിലോ കാണും. അങ്ങ് തോട്ടില്ലേ തന്നെ. ആ ഈർക്കിൽ കുറച്ച് 600 ഗ്രാം. നീ ഇത് വെച്ചോ. പിള്ളേർക്ക് ഫ്രൂട്ട്സ് മേടിച്ചോളൂ. മറ്റേ കുരുവില്ലാത്ത മുന്തിരിങ്ങ. ഇത് 20 കിലോ ഉള്ളൂ. നീ ഇപ്പോഴും ഈ കമ്പയില് നൂല് തൂക്കി നടക്കുമോ? എടാ മെഷീൻ ചൂണ്ട മേടിക്ക്. ഞാനിപ്പോൾ അതല്ലേ ഉപയോഗിക്കുന്നത്. അപ്പൊ നല്ല മീൻ വെള്ളം കിട്ടുവാണെങ്കിൽ വിളിക്കും. കുറച്ചുകൂടെ അപ് ടു ഡേറ്റ് ആവട്ടെടാ. 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ വക ജീവികളെ കുറിച്ച് കറി വെക്കാൻ കൊണ്ടുവരരുത്. 7 മണിക്ക് കേറിയതാ. അമ്മക്ക് തിന്നായിരുന്നാ പോരെ, എല്ലാം കൂടി വാരി വലിച്ച് തിന്നേം ചെയ്യുന്നിട്ട് നിക്കടാ. പിന്നീട് ഉപ്പ് നോക്കണ്ടേ, ഉണ്ടാക്കിയാൽ മാത്രം മതിയോ? പിന്നെ ഒറ്റപ്പിഞ്ഞാണം കറി എടുത്ത് നിന്നിട്ടല്ലേ എല്ലാരും ഉപ്പ് നോക്കുന്നത്. എടി എടി, നിന്റെയൊക്കെ വയറേ തന്തയുടെ പോലെ എന്ന് പറഞ്ഞേ ബാക്കിയുള്ളവന്റെ വയറ്റിന് പിടിക്കണ്ടേ. മുതുപോതലൊക്കെ കൊണ്ട് പോയതോ. എന്തിനേയും പിടിച്ചുകൊണ്ടാണോ വരുന്നത്? അല്ലങ്ങോട്ടാ മതി ഭംഗി നോക്കിയത്. ഉരി വെച്ചേ പൊരാത്തിന്റെ വെള്ളേ. ഡി ഫോൺ മാറ്റി വെച്ചേ. റിസൾട്ട് നോക്കണ പേരും പറഞ്ഞേ റീല് നോക്കുവാന്ന് പറയേയില്ല. ഓ എന്റെ അമ്മേനെ 1/2 മണിക്കൂറും കൂടെ ഉള്ളു സൈറ്റിൽ റിസൾട്ട് വരാൻ. എനിക്കാണെങ്കിൽ ടെൻഷനായിട്ടും വയ്യോ. ഞാൻ ഒന്ന് റിലാക്സ് ആയിക്കോട്ടെ. പരീക്ഷ സമയത്തെ റിലാക്സേഷൻ കൂടിയിട്ട് ഇപ്പേ ടെൻഷൻ. എടാ തേങ്ങ മൊത്തം ഇറക്കിക്കോ. ഭാഗ്യം മീനോ. റീനെ, കല്ല് ഇറക്കുമ്പോ ഉപ്പും ചേരും കൂട്ടിക്കോ. കൈ നിൽക്കത്തില്ലേ, ചൂണ്ടേന്ന് ഊരാൻ തന്നെ വിളച്ചിലായിരുന്നു. ചാച്ചേനെ ചൂണ്ടിട്ട് പിടിച്ചാ. ആ അതിനെ കുറിച്ചൊന്നും പറയാണ്ടിരിക്കും നല്ലത്. എടി നമ്മുടെ ലിസിയുടെ കടമുറി പണയാൻ വേണ്ടി വന്ന ബംഗാളി പിള്ളേരില്ലേ, അവന്മാര് വെളുപ്പാങ്കാലത്തെ കണ്ടു പോയി തുടങ്ങിയതാ. ഞാൻ ചെല്ലുമ്പോ എരയും തീർന്ന് മുളയും തൂക്കി വായും പൊളിച്ച് മേപ്പോട്ട് തൂക്കി ഇരിപ്പുണ്ട്. അവന്മാർക്കറിയാവോ നമ്മുടെ നാട്ടിലെ മീൻ്റെ ചാട്ടം. കിട്ടിയ പ്രണ്ടന അവന്മാർക്കും കൊടുത്ത് പാവങ്ങള്. എടി സത്യാടി. ചേട്ടായി, ലില്ലിമേനെ അപ്പച്ചനെ നേരിട്ട് പോയി വിളിച്ചില്ലെങ്കിൽ പിന്നെ അത് മതി കേട്ടോ മുഖം കറുപ്പിക്കാൻ. ഓ കാലത്തൊരു ഓട്ടം ഉണ്ടല്ലോ. നീ ഒരു 11 മണി കഴിയുമ്പോഴത്തേക്കും നേരെ തറവാട്ടിലേക്ക് വിട്ടോ. ആ തങ്ങച്ചൊരു ഓട്ടം ഉണ്ടല്ലോ, അത് വിളിച്ചോ. പൈസ അല്ലേ കയ്യില്? എന്നാ തരാനുണ്ടോ? അല്ല നിന്റെ കയ്യിൽ കാണുമല്ലോ. പെട്ടെന്ന് വിട്ടു. അലി
ചേമ്പ് പുഴിയായിരുന്നു പുഴുങ്ങാനുള്ള മോള് കൊണ്ടുവരും. ടൈം ആയല്ലോ. സൈറ്റ് ഓപ്പൺ ആയോ? ഇല്ലേച്ചി ഡൗണാ. അക്ഷയയിലേക്ക് പോവാതിരിക്കുന്ന നല്ലത്. പാപ്പച്ചന്റെ വണ്ടിക്ക് നല്ല പുള്ളിങ്ങാ നാട്ടുകാർ പറയണത് വെറുതെ അല്ല അല്ലേ? സ്വന്തം മക്കളോട് വരെ നിങ്ങളും. എടാ നിനക്ക് ഡ്രൈവും പഠിക്കണ്ടേ? എന്നാ മര്യാദക്ക് കയറിയിരുന്നോ. ഓ. പണിയെടുക്കാൻ പറ്റാത്തതുകൊണ്ടാ, അല്ലെങ്കിൽ നിന്നെ പണ്ടേ വേണ്ടെന്ന് വെച്ചേനെ. ഹലോ, എത്ര എ പ്ലസ് ഉണ്ട്? 2? ആ നീ ഇപ്പൊ ഫോൺ വെച്ചോ, വൈകിട്ട് ഞാൻ അങ്ങോട്ട് വരട്ടെ. അല്ല പാപ്പച്ച, നിന്റെ മൂത്ത പെങ്കുച്ച് 10ാം ക്ലാസ്സിലായിരുന്നു, അവളുടെ എന്തായി? ആ ഞാനത് പറയാൻ മറന്നുപോയി. അവക്ക് മൊത്തത്തിൽ A+ ആണ്. മൊത്തത്തിൽ A+? അതെ അതെ. അല്ല എല്ലാത്തിനും? എല്ലാത്തിനും. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്നോട് ആരും പറയാൻ ഞാൻ? അയ്യോ, ഇതൊക്കെ നമ്മൾ എല്ലാവരും പറഞ്ഞു നടക്കുവാണോ? അതൊക്കെ അല്പത്തരല്ലേ. അല്ല ഈ എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് A+. മുഴുവനായിട്ടും? ശരിക്കും? ശരിക്കും എന്റെ അമ്മച്ചിയാണ് സത്യം. ഓ ആ നോറി എങ്ങോട്ടിരുന്നിട്ട് തലയ്ക്ക് പിടിച്ച ഓണ ഇടുന്നുണ്ട്. ഡിയാസത്തെ, നിന്റെ റീൽസ് ഉണ്ടാക്കണതിന്റെ ഗുണം കണ്ടില്ലേ? 4 B+, 3 A, 2 B. നിനക്കവിടെ മലമറിക്കണ പണിയായിരുന്നല്ലോ. ഫോൺ എടുത്ത് മാറ്റി വെക്ക്. എനിക്ക് മാത്രമല്ല അങ്ങനെ. രേഷ്മയ്ക്ക് എഡ്വിനല്ല ഇങ്ങനെയല്ല റിസൾട്ട്. ഓ, രേഷ്മയുടെ വീട്ടിലാണല്ലോ നീ നിൽക്കുന്നത്. ഓ, അയൽക്കൂട്ടത്തിലെ പെണ്ണുങ്ങൾ ചോദിച്ചു കൊല്ലും. മാർക്ക് എത്രയാ, എത്ര A+ ഉണ്ട്? ഓ എന്റെ കർത്താവേ, ഒരു ചാക്കുണ്ടല്ലോ പറയാൻ. പരീക്ഷയല്ലേ, തോക്കും ജയിക്കും അല്ലേ മോനെ? നീ ചോദിക്കുന്നവരോടൊക്കെ അങ്ങനെ പറഞ്ഞാ മതി. പിന്നെ പഠിക്കുന്ന സമയത്തൊക്കെ ഇവിടെ അപ്പൻ ചാക്ക് കണക്കല്ല മാർഗം കൊണ്ട് വന്നിരിക്കുന്നത്. അയ്യോ, ആഹാ, ഷർട്ടൊക്കെ ഊരിയല്ലോ. ഇനിയിപ്പോ അരിയുണ്ട തീർന്നവർ ഇവിടെ തന്നെ നിൽക്കാനായിരിക്കും പ്ലാൻ. അവൻ കഴിക്കട്ടെ, അത് അവർക്ക് തന്നെ ഉണ്ടാക്കിയതല്ലേ. മോൻ കഴിച്ചോ? അമ്മേ, നിങ്ങൾക്ക് വണ്ടി വന്ന്. നീ എന്താ ഉടുപ്പൊന്നുമില്ലാണ്ട് നീ വരുന്നില്ലേ? ഓ, ഞാൻ വന്നില്ല. ഓ, ലൈസൻസോ? നീയാ? ഞാൻ എടുത്തിട്ടില്ല. എന്നെ കണ്ട കാര്യമൊന്നുമില്ല, സാറിൻ്റെ അടുത്തോട്ടില്ല. ചെല്ലു ചെല്ലു. സാറ് കാര്യമായിട്ട് എന്താ എഴുതിക്കൊണ്ടിരിക്കുക. നമുക്ക് പതുക്കെ തള്ളി പോവാം. സാറേ, അച്ഛൻ സാർ, ഞാൻ ഒന്ന് കളിക്ക് ഒന്ന് നിന്ന് നിൽക്കണേ. ആ ആ നിർത്ത് അങ്ങോട്ട് നീക്കി നിർത്ത്. അവൻ്റെ അനിയത്തി കുഞ്ഞമ്മേ അങ്ങോട്ട്. ആ ആ നിർത്തിക്കേ ഇങ്ങോട്ട് വാ. ഞാൻ കാര്യം പറഞ്ഞിട്ട് വരാം. വെള്ളം തോന്നുന്നുണ്ട്. എന്താടോ രാവിലെ തന്നെ ബാക്കി കയറ്റി എടുത്ത് പിന്നെ നോക്കാം. ഇന്നലെ വൈകിട്ട് അടുത്ത് നമസ്കാരം സാറേ. സുഖല്ലേ? കാക്കിയില്ലല്ലോ. സാറേ, കൊച്ചിന്റെ ആദ്യ കുർബാനയ്ക്ക് കുറച്ച് ആൾക്കാരെ ക്ഷണിച്ചിട്ട് വന്ന വഴിയാ. അപ്പൊ കാക്കി വേണ്ടെന്നാണോ? അപ്പനെ വരച്ചിട്ട് ആളാന്നോടാ. അവന്റെ ലുങ്കിയും ടീഷർട്ടും തൊപ്പിയും. ആഹാ, പാപ്പച്ചനായിരുന്നു. ആ കെട്ടിയോളുണ്ടല്ലോ. ടൂർ വല്ലതും പോയതാണോ? ആഹാ, ജെയിംസിന്റെ പരിചയക്കാരനാണോ? പിന്നെ ഞങ്ങള് ക്ലാസ്മേറ്റ്സ് അല്ലേ. സാറേ, ഇവനെ ഞങ്ങൾ വിട്ടാരെ വേണോണ്ട. അപ്പൊ പിന്നെ ഈ നിൽക്കുന്നവന്മാരൊക്കെ വെറും ഉണ്ണാക്കന്മാരാവില്ല സാറേ. എനിക്ക് ഒരു സാറന്മാരുടെയും ഒരു ഔദാര്യവും വേണ്ട. ഞങ്ങൾ ഡ്രൈവർമാർ പാവങ്ങൾക്ക് ഇതൊക്കെ വിധിച്ചിട്ടുള്ളതാ. അതെ, യൂണിഫോം ഇല്ലാതെ വണ്ടി ഓടിച്ചതിനാ സാറിനോടെ പിടിച്ചെത്തിയത്. അല്ലാതെ സാറേ, നേര് പറഞ്ഞാൽ ഞാൻ ഈ കാക്കിയിടൽ കുറവാ. പ്രത്യേകിച്ച് എൻ്റെ പെണ്ണുപിള്ളയ്ക്ക് വലിയ താല്പര്യമില്ല. അവരുടെ സന്തോഷമാണല്ലോ സാറേ നമ്മുടെ സന്തോഷം. കണ്ടില്ലേ സാറേ ചേച്ചി? അതെന്തോടോ അങ്ങനെ? എല്ലാവരും സാറിനെ പോലെ അല്ലല്ലോ. ചില കൂറകളും ഉണ്ടല്ലോ ഈ കാക്കിയുടെ വില കളയാൻ. സാറേ, റസീദ് ഒന്ന് എഴുതി തരാം. എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. നിന്ന് ഷോ ഇറക്കാതെ പെറ്റി അടിച്ചിട്ട് പോടാ. സാറേ, ഈ പാട്ടിട്ട് ലൈസൻസ് കൊണ്ട് അപ്പ കൊടുത്തു വിട്ടാൽ മതി.